തിരുവോണമൊക്കെ ഇപ്പൊ നമുക്കുള്ളതാണല്ലോ. നമ്മളിങ്ങ് വാങ്ങി നമ്മളിങ്ങ് എടുക്കുക എന്ന് പറയില്ല. അതാ തിരുവോണം നമ്മളിങ്ങ് എടുക്കുക. ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കൊന്നും ആഘോഷിക്കാനുള്ള സ്ഥലം റോഡിലില്ല, ഒക്കെ നമ്മൾ കൈയടക്കിയിരിക്കുകയാണ്. താത്താമാർക്ക് ഇപ്പൊ അമ്പംകുന്ന് പള്ളിയും മണ്ണാർക്കാട് പള്ളി നാട്ടുകല്ല് പള്ളിയൊന്നുമല്ല, പാലാപ്പള്ളി തിരുപ്പള്ളിയാണ് താത്തമാരുടെ പ്രധാനപ്പെട്ട സ്ഥലം. ആഘോഷം മാവേലിയായിട്ട് ഇനി പള്ളിയിലെ ഖത്തീബ് മാത്രമേ പോകാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങി കുടവേറിൽ പടമൊക്കെ വരച്ച് പുലിയിലെ പടമൊക്കെ വരച്ച് ഘോഷയാത്രക്കിടയിൽ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ വലൈക്കും അസ്സലാം അസുഖത്തിനെ അളിയാ ഞാൻ ഇന്നിപ്പോ ഈ രൂപത്തിലാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ആഘോഷങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, എല്ലാം തിരിച്ചെടുത്ത്. ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഇതര മതത്തിലെ ചെറുപ്പക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അത് പ്രസംഗം, യത്തീംഖാന, വീരാനൗലിയ, അജ്മീർ അതൊക്കെ അവരെ ഏറ്റെടുത്തു. നമ്മൾ ഓണം, മാവേലി, ക്രിസ്മസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. അതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അത് മാറിക്കോളും, കുഴപ്പമില്ല. ഒരു ചെറിയ ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി. ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണം ഇങ്ങെത്തിയപ്പോഴത്തേക്കും മതത്തിന്റെ പേരിലുള്ള തമ്മിത്തല്ലും ഇങ്ങെത്തി. മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലാൻ വേണ്ടിട്ട് ചിലർ കച്ച കെട്ടിയും ഇറങ്ങിയിരിക്കുകയാണ്. ഓണമായില്ലേ, ഇനി കുറച്ച് തമ്മിത്തല്ല ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചിലർ അതേന്നും പറഞ്ഞിട്ട് ഇങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതിനിപ്പോ ചുക്കാൻ പിടിച്ച് ഫസ്റ്റ് തന്നെ ഓണത്തല്ലിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ടീച്ചർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അധ്യാപികമാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റെസ്പെക്ട് തന്നെയാണ്. എന്നാൽ മതത്തിന്റെ പേര് തമ്മി തല്ലിപ്പിക്കുന്ന ചില അധ്യാപികമാരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു അധ്യാപികയുടെ ഒരു വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കേട്ടില്ലേ, ഇതാണ് ആ വോയിസ്. എന്തായാലും ഒരു അവാർഡിനുള്ള വകയുണ്ട്. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കുട്ടികളെ തമ്മിൽ മതവിദ്വേഷം പഠിപ്പിക്കാതിരിക്കുക. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹിന്ദു കുട്ടിയെന്നോ ക്രിസ്ത്യൻ കുട്ടിയെന്നോ അല്ലെങ്കിൽ മുസ്ലിം കുട്ടിയെന്നോ യാതൊരു തര വേർതിരിവും കാണിക്കത്തില്ല. ആ അധ്യാപകർക്ക് കുട്ടികളെല്ലാം കുട്ടികൾ തന്നെയാണ്. അല്ലാതെ ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി എന്നും പറഞ്ഞിട്ടാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. അവര് കുട്ടികളാണ്, അവർ ആ രീതിയിൽ തന്നെ വളരട്ടെ. തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. 2 അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. അതിൽ മറ്റൊരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത്. ഈ സ്കൂളിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട്. അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയും സിപിഎമ്മും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശം പുറത്തു വന്നു, ഒരു പരാതി പോയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ടോ ലിഷോയ്? ഈ ഓഡിയോ സന്ദേശം വന്നതിന് ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും. ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല, പ്രിൻസിപ്പലിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്നാകെ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും ഇതിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും ഒക്കെ അവർക്ക് ആഘോഷമാണ്. അവർക്ക് യാതൊരുവിധ വേർതിരിവും ഇല്ല. അവർക്കൊക്കെ നന്മ പറഞ്ഞു കൊടുക്കുന്നതാണ് അധ്യാപകർ. കുട്ടികൾക്കിടയിൽ ഇത്തരം തോന്നിയവാസങ്ങൾ അധ്യാപികമാർ പറയാതിരിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നുള്ള വാക്കുകളൊന്നും കേട്ടിട്ടുകൂടിയില്ല. എന്റെ വീടിനടുത്തും ഒരു ഹിന്ദു കുടുംബമാണ്. എന്റെ ചെറുപ്പത്തില് അവരാണെങ്കിൽ ഊഞ്ഞാലിടുമായിരുന്നു. ഇപ്പൊ അന്നേരം ഞങ്ങളും പോയിരുന്ന ആടും. അപ്പം പറയാൻ ഒക്കുവോ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഊഞ്ഞാലാണ്, അല്ലെ ഹിന്ദുക്കൾ മാത്രമേ ഓണം ആയതുകൊണ്ട് ഊഞ്ഞാലാടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വല്ലവരും പറയുവോ? ഒരിക്കലും ഇല്ല. അന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഊഞ്ഞാലാടിയും കളിക്കുകയും
ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ഹിന്ദുക്കൾ കളിക്കുന്നിടത്ത് മുസ്ലിങ്ങൾ വരരുത്, എന്തൊക്കെയാണോ ഇപ്പോഴത്തെ അധ്യാപകന്മാർ പറഞ്ഞുണ്ടാക്കുന്നതും ഒന്നും അറിയില്ല. കുട്ടികളാണ്, അവർ കളിച്ച് വളരട്ടെ. എന്നാൽ ഇന്ന് സ്കൂളിൽ എന്തോരം തോന്നിവാസങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹിന്ദുക്കൾക്ക് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് അവർ ചെയ്യട്ടെ. അതിനപ്പുറത്ത് ചില ആഘോഷങ്ങളൊക്കെ ഉണ്ട്, അതിൽ കുട്ടികൾ പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? കുട്ടികൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കട്ടെ. അവർ മതത്തിന്റെ പേര് തമ്മിത്തല്ലാതെ നന്മയുള്ള മനുഷ്യരായിട്ട് വളരട്ടെ. തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. അതിൽ മറ്റൊരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത്. ഈ സ്കൂളിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട്. അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐയും CPM ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശം പുറത്തു വന്നു, ഒരു പരാതി പോയിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ടോ ലിഷോയ്? ഈ ഓഡിയോ സന്ദേശം വന്നതിന് ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും. ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല, പ്രിൻസിപ്പലിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്ന ആകെ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. തിരുവോണമൊക്കെ ഇപ്പൊ നമുക്കുള്ളതാണല്ലോ, നമ്മളിങ്ങ് എടുക്കുക എന്ന് പറയില്ല. തിരുവോണം നമ്മളിങ്ങ് എടുക്കുക. ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കൊന്നും ആഘോഷിക്കാനുള്ള സ്ഥലം റോഡിലില്ല, ഒക്കെ നമ്മൾ കൈയടക്കിയിരിക്കുകയാണ്. താത്തമാർക്ക് ഇപ്പൊ അമ്പംകുന്ന് പള്ളിയും മണ്ണാർക്കാട് പള്ളി, നാട്ടുകല്ല് പള്ളിയൊന്നുമല്ല, പാലാപ്പള്ളി, തിരുപ്പള്ളിയാണ് താത്തമാരുടെ പ്രധാനപ്പെട്ട സ്ഥലം. ആഘോഷം മാവേലിയായിട്ട് ഇനി പള്ളിയിലെ ഹത്തീബ് മാത്രമേ പോകാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങി കുടവേറിൽ പടമൊക്കെ വരച്ച്, പുലിയിലെ പടമൊക്കെ വരച്ച്. ഘോഷയാത്രക്കിടയിൽ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്സലാം, അസുഖത്തിനാളിയാ, ഞാൻ ഇന്നിപ്പോ ഈ രൂപത്തിലാന്ന് പറയാം. അപ്പൊ അതുപോലെ ആഘോഷങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, എല്ലാം തിരിച്ചെടുത്ത്. ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഇതര മതത്തിലെ ചെറുപ്പക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അത് പ്രസംഗം, യത്തീംഖാന, വീരാനൗലിയ, അജ്മീർ, അതൊക്കെ അവരെ ഏറ്റെടുത്തു. നമ്മൾ ഓണം, മാവേലി, ക്രിസ്മസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. അതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അത് മാറിക്കോളും, കുഴപ്പമില്ല. ഒരു ചെറിയ ടെസ്റ്റൊക്കെ ഇടയ്ക്കിടെ. കുട്ടികൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കട്ടെ. അവർ മതത്തിന്റെ പേര് തമ്മിത്തല്ലാതെ നന്മയുള്ള മനുഷ്യരായിട്ട് വളരട്ടെ. മറ്റുള്ളവർക്കൊന്നും ആഘോഷിക്കാനുള്ള സ്ഥലം റോഡിലില്ല, ഒക്കെ നമ്മൾ കൈയടക്കിയിരിക്കുകയാണ്. താത്തമാർക്ക് ഇപ്പൊ അമ്പംകുന്ന് പള്ളിയും മണ്ണാർക്കാട് പള്ളി, നാട്ടുകല്ല് പള്ളിയൊന്നുമല്ല, പാലാപ്പള്ളി, തിരുപ്പള്ളിയാണ് താത്തമാരുടെ പ്രധാനപ്പെട്ട സ്ഥലം. ആഘോഷം മാവേലിയായിട്ട് ഇനി പള്ളിയിലെ ഹത്തീബ് മാത്രമേ പോകാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങി കുടവേറിൽ പടമൊക്കെ വരച്ച്, പുലിയിലെ പടമൊക്കെ വരച്ച്. ഘോഷയാത്രക്കിടയിൽ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്സലാം, അസുഖത്തിനാളിയാ, ഞാൻ ഇന്നിപ്പോ ഈ രൂപത്തിലാന്ന് പറയാം. അപ്പൊ അതുപോലെ ആഘോഷങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, എല്ലാം തിരിച്ചെടുത്ത്. ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഇതര മതത്തിലെ ചെറുപ്പക്കാരാണ്. അതാണ് ഞാൻ